ഞാൻ ഇന്നേ വരെ ചെയ്യാത്തൊരു സംഭവമാണ് ക്ലേ മേക്കിംഗ് അല്ലെങ്കിൽ ക്ലേ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറയുന്നത്. എനിക്ക് പിന്നെ രണ്ടും അങ്ങ് ചെയ്ത് കളയാം. അതിനായിട്ട് മുകളിലത്തെ മണ്ണല്ല, അത് നല്ല രീതിയിൽ കുഴി ഒഴിച്ചിട്ട് കട്ടയായിട്ട് കിടക്കുന്ന മണ്ണുണ്ടല്ലോ, അതാണ് കേട്ടോ വേണ്ടേ. കട്ട മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ടുള്ള മണ്ണ് കിട്ടിയെന്ന് ഉറപ്പ് വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഒരു തുണി എടുക്കുക, നല്ലപോലെ അരിച്ചെടുക്കുക. പലയിടത്തും പല രീതിയിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാണ്. നേരത്തെ അരിച്ചെടുത്ത മണ്ണും വെള്ളമാണ് കേട്ടോ ഇത്. 2 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം നല്ലപോലെ തെളിഞ്ഞു വരും. ആ ടൈം നോക്കി സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ആ വെള്ളത്തിനെ എടുക്കും. ഓരോ ടൈം കഴിയുമ്പോൾ നമ്മുടെ മണ്ണിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെ വരും കേട്ടോ. അതായത് നമ്മുടെ ക്ലേ റെഡിയായി വരുന്നു എന്നാണ്. ഇതിനെ 2 ദിവസം അതേപോലെ തുണിയിൽ മടക്കി വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ടയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി എടുക്കാം. ഇനിയിപ്പോ ക്ലേ വെച്ചിട്ട് എന്തുണ്ടാക്കാം എന്നാണല്ലോ ക്വസ്റ്റ്യൻ. പ്ലേറ്റ്, പോട്ട്, സോസ്, ഇതൊക്കെ എന്റെ ഓർമ്മയിൽ വന്നു. നമ്മുടെ യൂട്യൂബിലേക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ എപ്പോഴും കപ്പും സോസറൊക്കെ ഉണ്ടാക്കാറുണ്ട്. എങ്കിൽ പിന്നെ ഞാനൊരു സോസർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ ആയിട്ട് വരുമോ ഇല്ലയോ പൊളിഞ്ഞു പോവോ ദൈവത്തിന്. ഏകദേശം 2 മണിക്കൂർ എടുത്ത് കേട്ടോ ഇത്രയും പോളിഷ് ആയിട്ട് നല്ല ഭംഗിയോടെ ഈ മണ്ണ് വരാൻ വേണ്ടിയിട്ട്. ഏതൊരു പെയിന്റ് അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വൈറ്റ് കോട്ടിംഗ് അടിക്കുന്നത് നല്ല കേട്ടോ. അതാകുമ്പോൾ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടുമല്ലോ. ഓരോ ടൈമിലും ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് ഉണ്ടാക്കി വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കാണുമ്പോൾ ഞാൻ മണ്ണ് തോണ്ടി കുഴച്ച് ക്ലേ ഉണ്ടാക്കി ക്ലേ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റും. ക്ലേ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ഗൈഡൻസ് നോക്കുന്നതാണ് നല്ലത്. കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് പലതും സ്കിപ്പായി